നമസ്കാരം. ഞങ്ങളിപ്പോൾ വിഷ്ണുമായ ക്ഷേത്രം കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലാണുള്ളത്. നമുക്ക് ഒന്ന് ഉള്ളിലോട്ട് കയറി നോക്കാം. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്, അതുപോലെ തന്നെ വളരെ പോസിറ്റീവായൊരു ടെമ്പിൾ. ഇന്ന് ഞങ്ങളിവിടെ എത്തുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ളൊക്കെ കാണാം. നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ലൈഫിൽ ഒരു ടൈമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. നല്ല പോസിറ്റീവാണ്. നമുക്ക് നോക്കാം. അഷ്ടലക്ഷ്മിയുടെ ആദിലക്ഷ്മി, വിജയലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, ധാന്യലക്ഷ്മി, അതുപോലെ ഐശ്വര്യലക്ഷ്മി, വീരലക്ഷ്മി, അഷ്ടലക്ഷ്മികൾ. ഇന്നുള്ളിൽ വിഷ്ണുമായയുടെ പ്രതിഷ്ഠയാണ്. ഉള്ളിലേക്ക് കയറാം. പുറത്തേക്ക് വന്നു. ടെമ്പിളിന്റെ പുറത്തുള്ള ഒരു ഔട്ട്ലുക്കാണിത്. വിഷ്ണുമായ എന്ന് പറയുന്നത് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും മകനാണ്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പാർവതി ദേവി പണ്ട് കുളിക്കാൻ പോയപ്പോഴാണ് തോന്നുന്നു. പാർവതി ദേവിയുടെ ഒരു സഖിയുണ്ട്, ഗണപതി ഭഗവാൻ ഇങ്ങനെ കിടത്തിയിരിക്കുക, കുഞ്ഞുകുട്ടി. അപ്പോൾ ഈ ദേവിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി. ഗണപതി ഭഗവാനെ കണ്ടപ്പോൾ ഒരു അമ്മയുടെ ഒരു വാത്സല്യം തോന്നി. പാർവതി ദേവി കുളിക്കാൻ പോയ സമയത്ത് ഗണപതി ഭഗവാനെ അടുത്ത് പാലൂട്ടി. ഇത് കണ്ടുകൊണ്ട് വന്ന പാർവതി ദേവിക്ക് നല്ല ദേഷ്യം വന്നു. ദേവി വന്നിട്ട് ഈ സഖിയെ ശപിച്ചു. നീ ഭൂമി പോയിട്ട് കാട്ടാള ജന്മം എടുക്കുന്നതാണ്. അങ്ങനെ ദേവി സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ പാർവതി ദേവിക്ക് പാവം തോന്നിയിട്ട് പറഞ്ഞു, നീ ഭൂമിയിൽ ശിവന്റെ പുത്രനെ പ്രസവിക്കും, അപ്പോൾ ശാപമോക്ഷം കിട്ടുന്നു. അങ്ങനെ ആ സഖിയായ ദേവി ഭൂമിയിൽ വന്ന് കൂളിവാക എന്നൊരു കാട്ടാള സ്ത്രീയായിട്ട് ജനിക്കുകയാണ്. ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളാണ്. അപ്പോൾ ശിവഭഗവാന്റെ കാട്ടാള വേഷത്തിലാണെന്ന് തോന്നുന്നു. ശിവഭഗവാനെ ഈ ദേവിയെ വല്ലാണ്ട് ഇഷ്ടപ്പെടും. അങ്ങനെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ സഖി പാർവതി ദേവിയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. മഹാദേവനാണ് ഇതെന്ന് അറിഞ്ഞ ഒരു നിമിഷത്തിൽ അങ്ങനെ ദേവി കൂളിവാകയുടെ രൂപത്തിൽ വന്നു. ശിവനും കൂളിവാകയുടെ രൂപത്തിൽ വന്നു പാർവതി ദേവി. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് വിഷ്ണുമായ എന്ന് പറയുന്നത്. ഈ വിഷ്ണുമായയ്ക്ക് ശിവഭഗവാൻ ഒരു മഹിഷത്തിനെ വാഹനമായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. വിഷ്ണുമായ എന്നുള്ള പേര് കിട്ടിയത് തന്നെ ഒരിക്കൽ ഈ വിഷ്ണുമായ ചെറിയ കുട്ടിയാണ്, അന്ന് ആ പേരില്ല. കൈലാസത്തിലേക്ക് ശിവനെയും പാർവതിയെയും ഒന്ന് കാണാൻ പോയി, അച്ഛനെ അമ്മയും. അത് കണ്ടപ്പോൾ ചെറിയൊരു കുട്ടി വന്ന് നിൽക്കുന്നതല്ലേ കണ്ടത്. അത് കണ്ടപ്പോൾ നന്ദികേശൻ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അങ്ങനെ വിഷ്ണുമായ എന്ത് ചെയ്തു? ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ, മായ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപമായിട്ട് മാറിയിട്ട് നേരെ ശിവഭഗവാനെ കാണാൻ ചെന്നു. ഈ ഒരു മായയിൽ സംപ്രീതരായ ശിവനും പാർവതിയും മകനെ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി മുതൽ വിഷ്ണുമായ എന്നാണ്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അതുപോലെ വിഷ്ണുമായ മഹിഷത്തിൻ്റെ പുറത്തേറിയിട്ട് ഒരു ജന്മ ഉദ്ദേശം ഉണ്ടായിരുന്നു, ബൃങ്ക ആൻഡ് ജലന്ധരം. അങ്ങനെയുള്ള അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജനിച്ചതെന്നും പറയുന്നു. അവതാരങ്ങൾ കണ്ടിട്ടുണ്ട്. മത്സ്യം, പൂർണ്ണം, വരാഹം, അത് ഗണപതി ഭഗവാന്റെ ഒരു ശില്പം കാണിക്കുന്നു. നരസിംഹം, വാമനൻ. ശിവനും പാർവതിയെ തിരിഞ്ഞിരിക്കുന്നു. ഫ്രണ്ടിൽ കാണാം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ശില്പി. പിന്നെ ബലരാമൻ.
ഇതിലേക്ക് വരുമ്പോൾ തന്നെ ശിവപാർവതിയുടെ ഒരു കൊത്തുശില്പമുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുളവും പിന്നെ അഷ്ടലക്ഷ്മിയുടെ കൊത്തുശില്പികളുണ്ട്. പുറത്തേക്ക് സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ ലുക്കാണ് ഇവിടുന്ന്, എൻ്റയർ ലുക്കാണ്. നല്ല രസമാണ് കാണാൻ. ലൈഫിൽ ഒരു ടൈമെങ്കിലും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.